പ്രാർത്ഥിക്കുന്ന ദേവാദിദേവന്മാർ. ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള നമ്മളൊക്കെ എത്ര സുഹൃതികളാണ്. ഈ സുഹൃതം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? നാമജപം. ജപിച്ച് ജപിച്ച് ജപകോടി ഗുണം ധ്യാനം ധ്യാനകോടി ഗുണോലയ ലേകോടി ഗുണം ഗാനം ഗാനാത്പരതരങ്ങി. ജപിക്കണം. യജ്ഞാനം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞാണ്. അപ്പൊ നോക്കൂ, ആ ജപിക്കുക. കലികാലത്തില് നാമം ജപിക്കുക. വേദമന്ത്രം ജപിക്കലാവാം, പ്രണവം ജപിക്കലാവാം ഹൃദയുഗത്തില്. പക്ഷെ കലികാലത്തില് നാമം മാത്രം ജപിച്ചാൽ മതി, ഒന്നും മനസ്സിലാവും. ആ നാമജപം, ഭഗവൻ നാമജപത്തിന്റെ വൈഭവം എത്ര വലുതാണ്. ആ നാമം ജപത്തിലൂടെ നമ്മുടെ മനസ്സ് നമ്മളും കൂടി അറിയാതെ ഭഗവാനിക്ക് അങ്ങനെ പോവുകയാണ്. അറിയാണ്ട് നമ്മുടെ മനസ്സിൽ ഭഗവത് ചിന്തകൾ അങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങും. അതാണ് നാമജപത്തിന്റെ വൈഭവം. കലികാലത്തിൽ ഇത്ര അധികം എളുപ്പത്തിൽ നമ്മളെ മുക്തിപഥത്തിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ഉപാസന കാരുണ്യവാരിധിയായിട്ടുള്ള ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യണം. എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എളുപ്പ വഴികൾ ധാരാളം ഉണ്ടാവാം, പക്ഷെ നമ്മൾ നടക്കില്ല, കഴിഞ്ഞില്ലേ. എളുപ്പ വഴി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നടക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തുണ്ടാവും. ആ പ്രയത്നം ഇല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. ആ പ്രയത്നം, അതിനുള്ളൊരു ഊർജം. പ്രയത്നിക്കാൻ നമുക്ക് തോന്നണ്ടേ, നാമം ജപിക്കാൻ തോന്നണ്ടേ, വിശ്വാസം വരണ്ടേ. ഭവതി വിശ്വാസോ മേ ഭവതു സദാ. ഭവതി വിശ്വാസോ മേ ഭവതു സദാ. ഭവതി വിശ്വാസോ മേ ഭവതു സദാ. ഭവതി വിശ്വാസോ മേ ഭവതു. എത്ര വാഗ്ഗേയകാരന്മാരാ. അവർ ജപിച്ച് 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 ധ്യാനിച്ച് 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 അവർ ആ സംഗീതത്തിൽ നമുക്ക് മുഴുകി. ആ സംഗീതം അവരുടെ ഉള്ളിൽ നിന്ന്, നാദബ്രഹ്മം ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നപ്പോ ആ വാക്കിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വാചകങ്ങൾ, ആ നാദബ്രഹ്മത്തെ അലങ്കരിക്കാൻ പാകത്തിനുള്ള വാക്കുകൾ ഉണ്ടായി. ആ വാക്കുകള് സ്വാതിനാൽ മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന നാദബ്രഹ്മത്തിനെ അലങ്കരിക്കുന്ന വാക്കുകളിലൂടെ നമ്മളെ ഉദ്ബോധനം ചെയ്യണത് എന്താ? വിശ്വാസം ഉണ്ടാക്കൂ. വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നാമം ജപിക്കാൻ പറ്റുള്ളൂ. വിശ്വാസം വരണ്ടേ. വിശ്വാസം ഇല്ലെങ്കിൽ ഒരു യാന്ത്രികമായിട്ടാവും നാമജപം. എന്നാലും ഗുണമില്ലാന്നല്ല. പക്ഷെ കലികാലത്തില് ആ ഹൃദയം പൊട്ടി ഭഗവാനെ വിളിക്കാറാവണ്ടേ. അങ്ങനെ ഒരു നാമം വിളിച്ചാൽ മതി. നാരായണ അഖില ഗുരോ ഭഗവാൻ നമസ്തേ. ഒരു ഗജേന്ദ്രന് ആ ഹൃദയം പൊട്ടിയിട്ട് ഒരു നാമം കൂടെ വിളിക്കാൻ കഴിഞ്ഞു. ആ ഹൃദയത്തിന്റെ ഒരു പൊട്ടലുണ്ട്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടേവ ആത്മനീശ്വര. ആത്മാവിൽ ഈശ്വരനെ കാണുമ്പോൾ, അതാണ് വിശ്വാസം ദൃഢമാവുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങോട്ട് പൊട്ടും. ആ ഹൃദയം അങ്ങോട്ട് പൊട്ടിയിട്ട് ഒരു നാമം അങ്ങോട്ട് വിളിക്കാൻ തോന്നും. ആ ഒരു നാമത്തിന്റെ വൈഭവം അത് ഭഗവാൻ വൈകുണ്ഠത്തിലിരുന്ന് കേൾക്കും. പിന്നെ അവിടെ സകല നിയമങ്ങളിൽ മാറ്റി നിർത്തി ഓടി വന്ന് നമ്മളെ ഗജേന്ദ്രനെ പിടിച്ചപ്പോൾ നമ്മളെ ഇങ്ങോട്ട് പിടിച്ചു പോകും. ഈ ജീവനാകുന്ന നമ്മളെ, അതാണ് കലികാലത്തിന്റെ വൈഭവം. ഹൃദയം പൊട്ടിക്കാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കാൻ പഠിക്കണം. ശ്രദ്ധിച്ചാലേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തി ഉണ്ടെങ്കിലേ ഹൃദയം പൊട്ടാൻ കഴിയൂ. ഭക്തി കൊണ്ട് മാത്രമേ ഹൃദയത്തെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ആ ഹൃദയത്തെ അങ്ങനെ പൊട്ടിക്കും വേണം. അതാണ് ജീവിത ലക്ഷ്യം. ജീവിതം എന്തിനാണ്? മനുഷ്യ ജീവിതം എന്തിനാ?
ഹൃദയത്തെ പൊട്ടിക്കാൻ. ആ ഹൃദയത്തെ പൊട്ടിക്കേണ്ട മനുഷ്യ ജന്മായിട്ട് ഇരുന്ന് വ്യർത്ഥമാക്കി കളഞ്ഞു വെച്ചാൽ ഇതിലപ്പുറം നമ്മളുടെ വേസ്റ്റ് സമയം വെറുതെ ആക്കുക, ജീവിതം വെറുതെ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. വേറെ എന്ത് ചെയ്തിട്ട് നമുക്കൊരു കാര്യമില്ല. ഭഗവാനോട് പ്രേമം ജനിക്കാനുള്ള എന്ത് കാര്യം നമ്മൾ ചെയ്യുമോ, ഭഗവാനോട് സ്നേഹം കൂടുതൽ കൂടുതലായി നിമിഷം നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള സ്നേഹമാണോ കൂടുതലായിട്ട് വരണത്? നമ്മൾ നമ്മളെ പഠിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള പ്രേമം കൂടിക്കൂടി വരുന്നുണ്ടോ? നമുക്കതല്ലാതെ വേറൊന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ജയിച്ചു. ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും ഇങ്ങനെ തുടങ്ങി എത്ര 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 വാഗ്ഗേയകാരന്മാര് അവര് പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ അവരിതാ ഭിക്ഷ തേടുകയും ഇഞ്ചവൃത്തി കിട്ടിയത് കൊണ്ട് അന്നത്തെ ബ്രഹ്മയജ്ഞം ചെയ്ത് പിന്നെ ആ നാമജപം തന്നെ. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്. അവർക്ക് വേറൊരു ചിന്തയില്ല. അന്യാശ്ചിന്തയന്തോമാ ഏ ജനാഹ പര്യുപാസന. പര്യുപാസനാണത് എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റും അതേ ഉള്ളൂ, അവർക്ക് അതേ ചിന്ത ഉള്ളൂ. നമ്മളൊക്കെ അങ്ങനെയല്ല. കുറച്ച് എന്തെങ്കിലും ഒരു ഭജനോത്സവം, ഒരു ഉത്സവത്തെയൊക്കെ നാട്യത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടും. അവർക്കതല്ല, ദിവസേന അതാണ്. ദിവസേന നീട്ടിക്കഴിഞ്ഞാൽ ഉത്സവത്തി, അത് കഴിഞ്ഞാൽ ആ വിളക്കെടുത്തിട്ട് രാത്രി മുഴുവൻ നാമം ജപിക്കുകയും ഉറക്കില്ല. ആലോചിച്ച് നോക്ക് ത്യാഗരാജ സ്വാമികളുടെ ഒക്കെ ജീവിതം. ചിന്ത എന്താ? അതാണ് അവര്. നമ്മളിന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് വേണ്ട. മഹാന്മാരുടെ ആ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വേറെ ഒരു ചിന്തയില്ല. അനന്യാശ്ചിന്തയന്തോമായ ഏ ജനാഹ പര്യുപാസത തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാത്മ്യം. ഇതൊക്കെ നമുക്ക് നല്ലോണം കാണാണ്ടറിയാം. പക്ഷെ ഇതിന്റെ അന്തസത്ത എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അനന്യാശ്ചിന്ത എന്താ? നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഭഗവാനെ മാത്രം ചിന്തിക്കുന്നവരാണോ നമ്മൾ? എത്ര സമയം നമ്മൾ ഭഗവാനെ അല്ലാണ്ട് ചിന്തിക്കുന്നു? എത്ര സമയം നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നു? ഒന്ന് എഴുതി വെക്കണം. നമ്മൾ രാവിലെ നീണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന മിനിറ്റുകൾ എത്രണ്ണം? ഒരു മിനിറ്റെങ്കിലും എണ്ണീട്ട് എന്താ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് വിചാരിക്കുക ഭഗവാനെ തന്നെ ചിന്തിക്കണം. ആ ഭഗവാന്റെ പീലിത്തിരുമുടി, ഗോപിക്കുറി, ആ മകരകുണ്ടലങ്ങൾ ആടിക്കളിക്കുന്നു. അതിങ്ങനെ കവിൾത്തടങ്ങളിൽ ഇങ്ങനെ വിളങ്ങുന്നു. ആ കണ്ടത്തില് നിരവധി മുത്തുമാലകൾ, പിന്നെ വനമാല അണിഞ്ഞിട്ടുള്ള ആ മാറിടം, ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴല്, കാല് പടച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നു. ആ തുടകളൊക്കെ മഞ്ഞപ്പട്ടുകൊണ്ട് മൂടിയിട്ടുണ്ട്. ആ അരഞ്ഞാണം കൊണ്ട് മധ്യഭാഗം മുറുക്കി കൊടുത്തിട്ടുണ്ട് യശോദാദേവി. കാല് പണച്ചു വെച്ചുകൊണ്ട് ആ ചുണ്ടിൽ ചേർത്ത് വെച്ച പുല്ലാങ്കുഴലിലൂടെ ലോകത്തെ മുഴുവൻ ശിശിരിതമാക്കി തീർക്കുന്ന ആ നാദബ്രഹ്മ അങ്ങനെ പൊഴിക്കുന്ന ആ സച്ചിദാനന്ദ മൂർത്തിയാകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു. അത് പറയുമ്പോഴേക്ക് 1 മിനിറ്റ് ആയിട്ടുണ്ടാവും. എഴുതി വെച്ച ഒരു മിനിറ്റ് ഇന്നത്തെ സഫലായി. വയ്യാണ്ട് ഇനി വല്ല കാപ്പിയും കുടിക്കണം. ഇതാപ്പൊ നമ്മുടെ അവസ്ഥ. 1 മിനിറ്റ് എങ്ങനെയെങ്കിലും ആകർഷണയെ കുറിച്ച് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അടുത്ത മിനിറ്റ് ചായ കുടിക്കാണ്ട് പറ്റില്ല. പിന്നെ ഒരു ചായ കുടിച്ചല്ലാണ്ട് അടുത്ത മിനിറ്റില് ഭഗവാന്റെ ആ പാദം മഞ്ജീരം മഞ്ജുനാദൈരിക പദഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തി മധ്യ പ്രണതജനമനോമന്ദരോദ്ധാരകൂർമ്മം. ആ ഭഗവാന്റെ പാദങ്ങളിൽ കിടക്കുന്ന ആ ചിലങ്ക, അത് നമ്മളോട് എന്താ പറയണത്? പദഭജനം ശ്രേയ ഇത്യാലപന്തം പദഭജനം ശ്രേയ ഇത്യാലപന്തം. എന്റെ പാദത്തെ ഭജിക്കൂ, അതാണ് ഏറ്റവും വലിയ ശ്രേയസ്.
ഭൂയസ് ശ്രേയസ് രണ്ടെണ്ണം. ഭൂയസ് എന്താ? ധാരാളം ധനമൊക്കെ വേണം, നല്ല ഭാര്യ വേണം, നല്ല ഭർത്താവ് വേണം, നല്ല കുട്ടികൾ വേണം, നല്ല വീട് വേണം, നല്ല ജോലി വേണം, നല്ല സുഖം വേണം. ഇങ്ങനെ അത് ഭൂയസ്. ശ്രേയസ് ഇതൊക്കെ ഉണ്ടെങ്കിലും സമാധാനിക്കാൻ പറ്റണില്ല. എന്തായി? സമാധാനമാണ് ശ്രേയസിന്റെ നെല്ലിപ്പടി. എന്തായാലും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയണം. അതാണ് നെല്ലിപ്പടി ശ്രേയസിന്റെ. ആ നെല്ലിപ്പടിയിൽ വേണം നമ്മൾ ഓരോ നിമിഷവും ഈശ്വര ഉപാസനയാകുന്ന യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ. സന്തോഷമായിട്ട് യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. സഹസ്രനാമ ജപയജ്ഞം, ഇതിൽ എത്ര ഹോമങ്ങളാകുന്ന യജ്ഞം, പൂജകളാകുന്ന യജ്ഞം, ധ്യാനമാകുന്ന യജ്ഞം, എന്തൊക്കെ പറ്റുമോ പലതരത്തിലുള്ള യജ്ഞം. വിശപ്പ് മാറാൻ സാമ്പാറുണ്ട്, കാളുണ്ട്, ഓലുണ്ട്, അവിയലുണ്ട്, കൂട്ടുകറിയുണ്ട്. ഇതൊക്കെ ഒരേ കാര്യം തന്നെ, വിശപ്പ് മാറുക എന്ന് പറഞ്ഞ പോലെ യജ്ഞങ്ങൾ പലതരാണെങ്കിലും ഉദ്ദേശം ഒന്നെ, ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അതിലേക്ക് നമ്മളെ എത്തിക്കുക. കേനപ്രകാരേണ, ഏത് പ്രകാരമായാലും വേണ്ടില്ല, വഴി ഏതാണെന്ന് വിഷയമല്ല. എന്ത് കഴിച്ചാലും വേണ്ടില്ല, വിശപ്പ് മാറി കിട്ടിയ പോലെ. സാക്ഷാൽ വിശ്വാമിത്രൻ തന്നെ ചണ്ടാളന്റെ വീട്ടിൽ കയറിയിട്ട് നായമാംസം കൊടുത്ത് തിന്നാൻ തുടങ്ങിയെന്നാണ്. വിശപ്പ് മാറണ്ടേ? ചണ്ടാളൻ പറഞ്ഞു, അന്ന് ഇത്ര വലിയ ബ്രാഹ്മണനായിട്ട് അന്ന് ഇത് തിന്നണോ? ആദ്യം വിശപ്പ് മാറ്റിയിട്ടില്ലെങ്കിൽ മനുഷ്യന് ജീവിതം തന്നെ ഇല്ല. അതുകൊണ്ട് നായമാംസായാലും വേണ്ടില്ല, നെയ്യ് വെച്ചതാണെങ്കിലും നെയ്യ് ചണ്ടാളനായാലും വേണ്ടില്ല, അത് കൊണ്ടാ ഞാൻ എടുക്കുക തിന്നെ ഉറപ്പുറയ്ക്കും. വിശ്വാമിത്രൻ പറഞ്ഞു, ഇത് ഞാൻ തിന്നിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇന്ത്യനാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യന്ന് പേടിച്ച് മഴ പെയ്യിപ്പിച്ചു എന്നാണ്. മഴ പെയ്തോളൂ, 15 വർഷത്തോളം മഴ പെയ്തില്ല. ഇത് ഇന്ദ്രൻ പേടിപ്പിച്ചു. മഴ പെയ്യാത്തോണ്ട് സമ്പത്തൊന്നും ഉണ്ടാവാത്തത്. അതുകൊണ്ടാണ് ഇദ്ദേഹം നായമാംസം തിന്നാൻ പോണത്. അതിന്റെ പാപം മുഴുവൻ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും, വേഗം മഴ പെയ്യിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ആ മാംസം തൊടാണ്ട് അങ്ങോട്ട് പോന്നു. പിന്നെ ആ മഴയത്ത് വെള്ളം കുടിച്ച് വയറ് നിറച്ചു. പിന്നെ ഫലഭൂയിഷ്ഠമായി എന്നാണ് ദേവീഭാഗവത്തിൽ പറഞ്ഞ കഥ. അപ്പോ വിശപ്പടക്കുക, ഈ വിശപ്പടക്കുക എന്നുള്ളതാണ് വിഭവങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത്. അത് ശുദ്ധമായ ഭക്ഷണം കൊണ്ട് എത്രത്തോളം വിശപ്പുണ്ടോ അത്രത്തോളം മരുന്ന് കൊടുക്കുക. എന്നിട്ട് ശ്രേയോമാർഗത്തിലേക്ക് മുന്നേറാൻ കഴിയണം. ശ്രേയോമാർഗങ്ങൾ പലത്. ആ ശ്രേയസ്സാണ് നമുക്ക് വേണ്ടത്. അത് ഈശ്വരനെ കണ്ടെത്താനുള്ള വ്യഗ്രത, അതാണ് വിശപ്പ്. ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത വിശപ്പ് എന്ന് പറയും. ഈശ്വരനെ കണ്ടെത്താനുള്ള വ്യഗ്രത അത് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഒരു മത്സ്യത്തെ കരയത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മത്സ്യം ഒരു നിമിഷം പോലും പടയാണ്ടിരിക്കില്ല. ഇതുപോലെ നമ്മുടെ ഹൃദയം പടച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മത്സ്യത്തെ പോലെ നമ്മുടെ ഹൃദയം പടച്ചുകൊണ്ടിരിക്കുന്നു ആ ഈശ്വരനെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ പെടപ്പ് നമ്മൾ അറിയുന്നില്ല. എന്ത്? കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളാൽ ആ തുടിപ്പ് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ജീവന്റെ തുടിപ്പ്. ആ ജീവന് പരമാത്മാവാകുന്ന ആ സത്യസ്വരൂപങ്ങളിൽ ലയിക്കാനുള്ള വ്യഗ്രതയാണ് ജീവന്. ആ വ്യഗ്രതയെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നതാണ് സപ്താഹം. ഭാഗവത സപ്താഹത്തിലൂടെ നമുക്ക് ആ വ്യഗ്രത പ്രകടമായിട്ട് വരും. 7 ദിവസം നിരന്തരം രാവും പകലും ഈശ്വരനെ കുറിച്ചാണ് ചിന്തിച്ചിരിക്കുക. അതാണ് സപ്താഹ വിധി. കലികാലത്തിൽ ഏത് സദാസേവ്യ ഭാഗവതീ കഥ, എപ്പോഴും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുക, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് കലികാലത്തിലെ ആത്യന്തികമായ ശ്രേയസ്. ഭൂയസിന് പല പല വിഷയം പറഞ്ഞ പോലെ തന്നെ ശ്രേയസ്സിനും പല പല വിഷയങ്ങൾ, പല പല യജ്ഞങ്ങൾ. അതിൽ ഏറ്റവും അത്യുദാത്തമായ യജ്ഞമാണ് കലികാലത്തിലെ സപ്താഹ യജ്ഞം. അതിനപ്പുറമൊന്നും പറയാനില്ല എന്ന് തന്നെ പറയും. അത്ര വിശേഷമാണ് കലികാലത്തിലെ സപ്താഹ യജ്ഞം. കലികാലത്തിന്റെ ദുരവസ്ഥ എന്താവും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നാരദം വന്നപ്പോൾ ഒരിക്കലും ശാന്തി കാണാനില്ല.
ആകെപ്പെട്ടു. ലോകം മുഴുവൻ ഭാരതഭൂമിയിൽ വന്നപ്പോ എന്നിട്ടും കാര്യമില്ല. ഒടുക്കം വൃന്ദാവനത്തിൽ എത്തിയപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് കരയണം. അതിൻ്റെ അടുത്ത് രണ്ട് വൃദ്ധന്മാരാകുന്ന ആ പെൺകുട്ടിയുടെ കുട്ടികളാണ് അത്രയത്. വൃദ്ധന്മാര് കിടന്നുറങ്ങുന്നു. നാരദനെ കണ്ടപ്പോ ആ കുട്ടി, നാരദ മഹർഷിയെ എന്റെ കുട്ടിയോളെ ഉണർത്തി തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് നാരദൻ, ഇങ്ങനെ ഒരു കുട്ടിക്ക് വൃദ്ധന്മാരായ കുട്ടികളോ ചിന്തിച്ചു. അപ്പോ ആ പെൺകുട്ടി എന്നെ പറഞ്ഞു, ഞാൻ ഭക്രീ ദേവിയാണ്, കലികാലത്തില് എന്നെ സൃഷ്ടിച്ചു, ലോകത്തില് സൃഷ്ടി നടത്തിയപ്പോ എന്നെ സൃഷ്ടിച്ചു, എന്നിട്ട് മുക്തിയെ ദാസിയായിട്ട് തന്നിട്ട് ഈ ഭൂലോകത്തേക്ക് എന്നെ പറഞ്ഞയച്ചു ഭഗവാൻ. പക്ഷെ കലികാലം വന്നപ്പോ എനിക്ക് വൃദ്ധത്വം പ്രാപിച്ചു. ഞാൻ ഈ ഭൂമി കൂടെ ഓടി 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 വന്ന് വൃന്ദാവനത്തിലെത്തിയപ്പോ എന്തായി, എന്റെ വൃദ്ധത്വമൊക്കെ പോയി, ഞാൻ യുവതിയായി മാറി. പക്ഷെ എന്റെ കുട്ടികൾക്ക് അപ്പോഴും വൃദ്ധത്വം. അതുകൊണ്ട് എന്റെ കുട്ടികളെ ഒന്ന് ഉണർത്തണേ നാരദ മഹർഷി എന്ന് പറഞ്ഞപ്പോ നാരദ മഹർഷി അവിടെ ഇരുന്നിട്ട് വേദം ജപിക്കാൻ പറഞ്ഞു, പുരാണങ്ങൾ പാരായണം ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ കഴിയുമ്പോഴേക്കും ആവുന്ന വിചാരിച്ച് നോക്കുമ്പോ ഒരനക്കം കിട്ടണില്ല. ആകെപ്പെട്ടു നാരദ മഹർഷി. ഇനി എന്താ ചെയ്യേണ്ടത് പരിഭ്രമായി. അപ്പോഴേക്കും ഭക്തിദേവിയും എന്താ നാരദ മഹർഷി എന്ന് ചോദിച്ചു. ഞാനൊന്ന് ആലോചിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് ലോകാലോകം മുഴുവൻ ഓടിപ്പോയി പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചു. പണ്ഡിതന്മാര് ചിലരെ മൂകീഭൂതാസ്ത ധാന്യം, ചിലരും മിണ്ടാണ്ടിരുന്നു, എനിക്കറിയില്ലെന്ന് പറഞ്ഞിട്ട് കൈ മലർത്തി. ചിലർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചില ഗ്രന്ഥം എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. അവരിപ്പോഴൊന്നും പറയും തോന്നുന്നില്ല. ഒരു ഗ്രന്ഥം എടുത്തു, അതാ മടക്കി വെച്ചു, വേറൊരു ഗ്രന്ഥം എടുക്കുക, ആരും ഉത്തരം പറയുന്നില്ല. അങ്ങനെ 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 പോയി വിശാലയിൽ എത്തിയപ്പോഴാണ് സാക്ഷാൽ സനകാദികളെ കണ്ടത്. സനകാദികൾ ഇങ്ങോട്ട് ചോദിച്ചു, നാരദ മഹർഷി ഇടയ്ക്ക് ഈ ഓടിപ്പോണ പരിഭ്രമിച്ചിട്ട്. വേഗം നാരദ മഹർഷി സനകാദികളുടെ കാൽക്കൽ വന്നിട്ട്, അയ്യൊന്നും പറയണ്ട, ഞാൻ ഈ ലോകത്തിന്റെ ദുരിതം കലികാലത്തിൽ എന്താവും നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ആകെ പെട്ടു. ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഭക്തിദേവി ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു നോക്കുമ്പോ ഭക്തിദേവി എന്നെ കഴിഞ്ഞിട്ടായിരിക്കണത്. ആ ഭക്തിദേവിയുടെ കുട്ടികളാകുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ എന്നോട് ഉണർത്താൻ പറഞ്ഞു. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഉണരുന്നില്ല. നീ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് പണ്ഡിതന്മാരെ മുഴുവൻ കണ്ടു. അവരൊന്നും മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു തരുന്നില്ല. ഇനി ഞാൻ എങ്ങനെ ആ കുട്ടികളെ ഉണർത്തുക? ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തിക്കഴിഞ്ഞാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തിദേവി തുള്ളിച്ചാടി ഈ ഭൂമിയിലൂടെ നടക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ധനകാദികൾ അങ്ങോട്ട് ചിരിച്ചു എന്നാണ്. അത്ഭുതം തന്നെ. അന്ന് പോലും ഇതൊക്കെ മറന്നു വെച്ചാൽ അങ്ങക്ക് സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞു തന്നതല്ലേ ഭാഗവതത്തിന്റെ മഹിമ. അന്നത് മറന്നു. അത് വേദവ്യാസന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇത് എന്താ അന്നതൊക്കെ മറന്നത്? ആ ഭാഗവതം 7 ദിവസമായിട്ട് അനുഷ്ഠിച്ചാൽ, ആ സപ്താഹമായിട്ട് യജ്ഞം നടത്തിയാൽ പിന്നെ എന്താ അതിനൊക്കെ വേറെ എന്തെങ്കിലും ചിന്തിക്കണോ എന്ന് ചോദിച്ചപ്പോ നാരദ മഹർഷിക്ക് ഓർമ്മ വന്നു. എന്നാ ഇനി അങ്ങനെ ആചാര്യനായിട്ട്, നിങ്ങൾ തന്നെ ആചാര്യനായിട്ട് ഇരുന്നും കൊണ്ട് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറയലും. എന്നാ നമുക്ക് ആനന്ദതടം എന്ന് പറയുന്ന ഗംഗാനദിയുടെ തീരത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് സനകാദികൾ അവിടേക്ക് പോയി. അവിടെ ചെന്നിട്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ഉറക്കെ ഇങ്ങോട്ട് നാമം ജപിക്കാൻ തുടങ്ങിയതാണ് അവിടുന്ന്. നിർവൃതിയായിട്ട് ആ ഗംഗാ തീരത്ത് ഇരുന്നു കൊണ്ട് സനകാദികള് ആലോചിച്ചു നോക്കൂ. 5 വയസ്സ് രൂപം സനകാദികൾ. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവ് പറഞ്ഞിട്ട് പോലും അവര് ഈ ലോകത്തിന് ഒരു പണിയും ചെയ്തിട്ടില്ല. നോക്കൂ, ആ സനകാദികളെ കുറിച്ച് ആലോചിക്കുന്ന ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാ. ആ സനകാദികളോട് അച്ഛന്റെ പണികൾക്കൊക്കെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ പോയി പണിയാക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആ ഭഗവാനെ ഹൃദയത്തിൽ ഇങ്ങനെ കാണുമ്പോ
അച്ഛനിപ്പോ രജോഗുണം കൊണ്ടേ ഈ പ്രപഞ്ചത്തില് മായയിൽപ്പെട്ടത് ഒരുട്ടം കാട്ടണമെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് വേറെ ഒന്നും കാട്ടണമെന്നില്ല, ഞങ്ങൾക്ക് ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രം മതി. അങ്ങനെ എപ്പോഴും സദാസമയം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തിലെ ഭഗവത് ചിന്തകൾ മാത്രം, ആ ഭഗവത് അനുഭൂതിയിൽ ഇങ്ങനെ തുള്ളിച്ചാടുന്ന സനകാദികള് 5 വയസ്സുകാരായിട്ടുള്ള 4 പേര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാര്, അവരിങ്ങനെ ഇരിക്കുന്നു പീഠത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചിത്രം. ആനന്ദതടത്തിൽ ദിവ്യന്മാരായിട്ടുള്ള സനകാദികൾ എങ്ങനെ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. സനകാദികൾക്ക് നിർവൃതിയായിട്ട് അങ്ങനെ ജപിക്കാൻ തുടങ്ങിയപ്പോ മുഖ്യ ശ്രോതാവായിട്ടുള്ള നാരദന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നാരദന്റെ പിന്നിലെ എണ്ണിയാ ഒടുകാത്ത സുഹൃതികൾ മുഴുവൻ അവിടെ വന്ന് ഇരിപ്പായിരുന്നു എന്നാ. അവരൊക്കെ ഇതാ നിർവൃതിയായിട്ട് നാം അങ്ങനെ ജപിക്കുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. 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 ഈ നാമജപത്തിന്റെ നിർവൃതി ആ ആനന്ദതടത്തിൽ അങ്ങോട്ട് മുഴങ്ങിയാണ്. അവരവരെ അറിയാതെ അവരങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങി. ആ നാദങ്ങനെ മുഴങ്ങി 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 അതങ്ങനെ വൃന്ദാവനത്തിൽ എത്തിയാണ്. ആ നാമജപം ആ ഭക്തി ദേവിയുടെ ചെവിയിലങ്ങോട്ട് കേട്ടു. ഭക്തി ദേവി എന്തൊന്നില്ലാത്ത നിർവൃതിയായിട്ട് അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. ഭക്തി ദേവി തുള്ളിച്ചാടാൻ തുടങ്ങിയപ്പോഴേക്കും എന്തായി, അടുത്ത് കടന്നിരുന്ന വൃദ്ധന്മാരായിട്ടുള്ള ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ഭക്തി ദേവിയുടെ കുട്ടികളായിട്ടുള്ള ആ വൃദ്ധന്മാർ അവിടുന്ന് മെല്ലെ മെല്ലെ ഇളകാൻ തുടങ്ങി. കണ്ണു തുറന്നു അമ്മേന്നൊരു വിളി. അപ്പൊ ഭക്തി ദേവിക്കുണ്ടായി ഒരു സന്തോഷം. വേഗം ആ വൃദ്ധന്മാരായിട്ടുള്ള കുട്ടികളെ കൈ പിടിച്ചു. അവരതാ മുട്ടുകുത്തി അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ അവരെ രണ്ടാളി ആലിംഗനം ചെയ്തു. ജ്ഞാനത്തെ ആലിംഗനം ചെയ്തു, വൈരാഗ്യത്തെ ആലിംഗനം ചെയ്തു. അപ്പോഴേക്കും അവർക്കും തുള്ളിച്ചാടാൻ തുടങ്ങി, വൃദ്ധന്മാരും തുള്ളിച്ചാടാൻ തുടങ്ങി. ആ ഭക്തിദേവി അവരെ 2 കയ്യും പിടിച്ചിട്ട് നാമം എവിടുന്നാ കേൾക്കണമെന്ന് ആലോചിച്ചു. ഗംഗാതീരത്തിന്റെ അവിടുന്ന് വേഗം ഓടുക എന്ന് പറഞ്ഞു എന്നാണ്. ഭക്തിദേവി 2 ആളുടെയും കൈ പിടിച്ച് ഓടി 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 ഈ നാമജപം കേൾക്കണോർത്തേക്ക് നിറഞ്ഞിരിക്കുകയാണ് സദസ്സ്. അപ്പോ സനകാദികൾ സിംഹാസനത്തിലിരിക്കുന്നു, നാരദൻ മുമ്പിൽ തന്നെ, പിന്നെ പിന്നിൽ അനവധി ആൾക്കാര്, അനവധി സുഹൃതികൾ, ഋഷിവര്യന്മാര്. അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് നാമം ജപിക്കണു. കൈകളാണെങ്കിൽ ആകാശത്തേക്ക് ഇങ്ങനെ പൊന്തിച്ച് നാമം ജപിക്കുന്ന ആ അവരുടെ ഇടയിൽ കൂടെ ഭക്തിദേവി തന്റെ കുട്ടികളെ വിളിച്ചിട്ട് എവിടെയെങ്കിലും സീറ്റ് ഒഴിവുണ്ടോന്നാ നോക്കണം. ഒരു സീറ്റ് പോലും ഒഴിവില്ലാതെ അങ്ങനെ പരിക്രമിച്ച് ഇരിക്കാൻ എവിടെ വിചാരിച്ച് ഓടി വന്നതാ. സനകാദികളുടെ മുമ്പിൽ അവിടെ എത്തിയപ്പോ അവര് കണ്ണു തുറന്നു. ആചാര്യനായിട്ടുള്ള സനകാദികൾക്ക് ഭക്തന്മാരായിട്ടുള്ള ഭക്തിദേവിയാ വന്നത്. ഭക്തന്മാരെ നിർവൃതിയിലെത്തിക്കുന്ന ഭക്തിദേവി. ഭക്തിദേവി ചോദിച്ചു സനകാദികളോട്, ഞങ്ങളെവിടെ ഇരിക്കുക? സനകാദികൾ നോക്കുമ്പോ എവിടെയും സീറ്റില്ല.
ഇപ്പൊ എവിടെ ഇരിക്കേണ്ട? സനകാദികൾ പറഞ്ഞു, എന്നാ നിങ്ങള് ഈ ഭക്തന്മാരുടെ ഹൃദയത്തിലൊക്കെ ഇത് ഓടിക്കളിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ ഇരിക്കണ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഭക്തിദേവി ഓടിക്കേറി നാമ ജ്ഞാന വൈരാഗ്യങ്ങളിൽ വിളിച്ചുകൊണ്ട് അങ്ങനെ ആ ഹൃദയത്തില് ഓടിക്കളിച്ചും കൊണ്ടിരിക്കുകയാണ്. നാമജപം എവിടെ നിർവൃതിയോടുകൂടി നാമജപം എവിടെ വെച്ച് നടക്കണമോ അവിടെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങള് ഹൃദയത്തിൽ നമ്മളറിയാണ്ട് ഓടി വരുന്ന അതാണ്. പിന്നെ അവിടെ നമുക്ക് തുടങ്ങി അവിടെ പിന്നെ നിർവൃതിയുടെ ഒരു പരമകാഷ്ഠയിലെത്തിനാണ്. ആ പരമകാഷ്ഠയിലെത്തി എല്ലാവരും ശാന്തായി. ശാന്തി ശാന്തി ശാന്തി. അതാണ് ആ നിർവൃതിയുടെ അവസാനം എന്തായി? നാമം ജപിച്ച് 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 നാമം ജപിക്കാൻ കഴിയും. തുള്ളിച്ചാടി 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 തളർന്നിരിപ്പായി. എല്ലാ ഇന്ദ്രിയങ്ങളും അതിന് അടങ്ങുക. ആ ഒരു ശാന്തിയിൽ, ആ ശാന്തമായ അവസ്ഥയിൽ ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം. രാസനൃത്തം ലോകത്തിൽ നടക്കുമ്പോൾ, ഭഗവാന്റെ രാസനൃത്തം നടക്കുമ്പോൾ ലോകം മുഴുവൻ നിശ്ചലായത് ആ ആനന്ദതരത്തില് ആ നാമജപത്തിലൂടെ എല്ലാവരും നിശ്ചലായിരുന്നു. ഗീതത്തില് എത്ര വൃത്തിയായിട്ടാണ് പറഞ്ഞത്. ചലിക്കുന്നവരൊക്കെ ചലിക്കാതെ, ചലിക്കാത്ത വൃക്ഷങ്ങളൊക്കെ ചലിച്ചു തുടങ്ങിയതാണ്. അതിനൊക്കെ നിർവൃതിയിലെത്തിയതാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ ചലിക്കാൻ പറ്റാണ്ടേ. ചലിക്കാത്തതാണ് വൃക്ഷങ്ങളൊക്കെ. വൃക്ഷങ്ങളൊക്കെ തന്നെ തിന്നു വളർത്തിയത്. അതാണ് ബ്രഹ്മ അനുഭൂതി എന്ന് പറയുന്നത്. ബ്രഹ്മാനുഭൂതി വരുമ്പോൾ നമ്മൾ ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ നേരെ വിപരീത ഭാവങ്ങളൊക്കെ ഉണ്ടാവുക. അതാണ് ബ്രഹ്മത്തിന്റെ ബ്രഹ്മാനുഭൂതിയുടെ ബഹിസ്ഫുരണം. അതവിടെ അങ്ങോട്ട് പ്രകടമായില്ലാണ്. സനകാദികളെ മെല്ലെ കണ്ണു തുറന്നു. എല്ലാവരും ശാന്തമായിട്ടിരിക്കുമ്പോ സനകാദികൾ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. നമ്മളെല്ലാവരും ഇവിടെ വന്നത് ഭാഗവതം അനുസ്മരിക്കാനാണ്. എല്ലാവരും കണ്ണു തുറന്നു. അപ്പൊ തുടങ്ങി ഭാഗവത മാഹാത്മ്യം. പണ്ടൊരു ആത്മദേവൻ എന്നൊരാളുണ്ടായിരുന്നു, ബ്രാഹ്മണൻ. കേൾക്കണ്ടേ? ഇത് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും കഥ കേൾക്കാൻ വേണ്ടി വായ പൊളിച്ചിരിക്കായി. കണ്ണും തുറന്ന് വായം പൊളിച്ചുകൊണ്ടായി അവിടെ. ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ കുട്ടികളുണ്ടാവാണ്ട് വിഷമിച്ച് സനകാദികൾ പറയുക നാരദാദികളോട് ഭാഗവത് മാഹാത്മ്യം പറയണം. ഈ ആത്മദേവൻ കുട്ടികളുണ്ടാവാണ്ട് വിഷമിച്ച് കാട്ടുപോയി ചാവാൻ പോയി. അപ്പോഴാണ് ഒരു സന്യാസി വരുന്നതിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കാൽക്കൽ വീണ് അദ്ദേഹത്തിനോട്, എനിക്ക് കുട്ടികളുണ്ടാവാത്ത വിഷമാണ്, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ എനിക്ക് കുട്ടികളുണ്ടാവുന്നു. ആ സന്യാസി ഹേമായിട്ട് ധ്യാനിച്ചിരുന്നു. ധ്യാനിച്ച് ഇയാളുടെ ജീവന്റെ ഗതി വിഗതികളെ കുറിച്ച് ചിന്തിച്ചപ്പോ നോക്കുമ്പോ 7 ജന്മം ഇയാൾക്ക് ഉണ്ടാവില്ലേ കുട്ടികളെ ഉറപ്പായി. അപ്പൊ ഇയാളോട് പറഞ്ഞ ഇയാൾക്ക് വല്ലാത്ത സങ്കടം. പക്ഷെ സങ്കടം വിചാരിച്ചൊരു കാര്യമില്ല, സത്യം മറച്ചു വെച്ചൊരു കാര്യമില്ലല്ലോ. വാശി പിടിക്കുക ഇയാള്. അങ്ങ് അനുഗ്രഹിച്ചാൽ എനിക്ക് കുട്ടി ഉണ്ടാവും, എനിക്കൊരു ജീവിതത്തിൽ സന്താനം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പത്നിയെ കന്യകയെ വിവാഹം കഴിച്ചിട്ട് അനവധി കാലമായി, എനിക്കൊരു സന്തതി ഉണ്ടായിട്ടില്ല. ഒരു ദമ്പതികളുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഒരു സന്തതി എന്നുള്ളത്. ആ സന്തതി ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ആ ദമ്പതികൾക്ക് പിന്നെ എന്താ? അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുണ്ടാവണം, അങ്ങ് അനുഗ്രഹിച്ച ഉണ്ടാവും ചെയ്യുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കാലിക്കല് കെട്ടിപ്പിടിച്ച് കരയുന്ന അയാളോട് വാത്സല്യം കൊണ്ട് ആ സന്യാസി ഈ 7 ജന്മത്തിലുള്ള അയാളുടെ ആ ജീവന്റെ ഗതിയെ മാറ്റി മറക്കാൻ തീരുമാനിച്ചു. നോക്കി ആ സന്യാസി വരുന്ന കേരളത്തം. അദ്ദേഹം ധ്യാനിച്ച് കയ്യിലൊരു പഴം എടുത്തു. ഈ പഴം അനുഗ്രഹിച്ച് കയ്യിൽ കൊടുത്തു ബ്രാഹ്മണന്റെ. ഇത് പത്നിക്ക് കൊടുക്കൂ, പത്നി ഗർഭിണിയാവും, അങ്ങേക്കൊരു സന്തതി ഉണ്ടാവും. നോക്കൂ സന്യാസി വര്യന്മാരുടെ മഹത്വം. ഒരു പഴം കൊണ്ട് ജീവന്റെ 7 ജന്മത്തിലുള്ള ഗതിവിഗതികളെ മാറ്റി താൻ നിശ്ചയിക്കുന്നിടത്തേക്ക് എത്തിക്കാൻ കഴിയുമോ? അതാണ് ബ്രഹ്മജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനാണ് ലോകത്തെ മുഴുവൻ സമാധാനത്തിൽ എത്തിക്കുന്നത്.
ബ്രാഹ്മണന്റെ ധർമ്മം അതാണ്. വേറെ ഒന്നും വേണ്ട. ആ ബ്രഹ്മജ്ഞാനി ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രം, ആ ബ്രഹ്മത്തെക്കുറിച്ച് സന്തോഷമായിട്ട് മടി വരാതെ, ജൃംഭണം വരാതെ, ഉന്മാദം വരാതെ എങ്ങനെ നമുക്ക് ഏകാഗ്രമാക്കാൻ കഴിയോ എന്നിട്ട് നിർവൃതി അറിഞ്ഞിരിക്കുക. അതാണ് ബ്രാഹ്മണന്റെ ധർമ്മം. അതിനൊരു ഉപാധിയായിട്ട് വേദത്തെ കയ്യിൽ പിടിച്ചോളൂ. കലികാലത്തിൽ വേദത്തെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ നാമത്തെ പിടിച്ചോളൂ. പ്രഭാതം മുതൽ പ്രദോഷം വരെ നാമം ജപിച്ച് ആ ബ്രഹ്മത്തെ മുറുകെ പിടിച്ചോളൂ. അങ്ങനെ ബ്രഹ്മത്തെ മുറുകെ പിടിച്ചവന് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. എത്ര 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 ബ്രഹ്മജ്ഞാനികള് ലോകത്തെ എന്നും നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. ആ സന്യാസി വര്യൻ പഴം കൊടുത്തു. അത് ബ്രാഹ്മണന് എന്തൊന്നുമില്ലാത്ത സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് പത്നിക്ക് കൊടുത്തു. പക്ഷെ പത്നിയുടെ മനസ്സ് അത്ര ശുദ്ധായിരുന്നില്ല. ആ ബ്രാഹ്മണൻ അവിടുന്ന് കുളിയും ദേവാലയൊക്കെ ആയിട്ട് യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൽ അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് പോയപ്പോ അനിയത്തി വന്നു. ഈ പത്നിയുടെ അനിയത്തി അവിടെ വന്നു. അവളെന്തായി, എല്ലാ കൊല്ലം പ്രസവിക്കണോളാ. അവൾക്ക് കുട്ടികളെ എണ്ണം കൂടിയിട്ടേ കുഴപ്പമുള്ളൂ. അപ്പോൾ അവള് ഗർഭിണിയാണോ തോന്നുന്നു പറഞ്ഞു എടുത്തിയോളൂ. അപ്പൊ എന്നാ ഒരു സൂത്രം, ഞാനിപ്പോ ഈ പഴം കഴിച്ചാൽ എനിക്ക് ഗർഭം ഉണ്ടാവും, എന്റെ സൗന്ദര്യമൊക്കെ പോവും, പിന്നെ ഗ്രാമത്തിൽ ഉത്സവം വരുമ്പോ ആ ഉത്സവത്തേക്ക് രസിക്കാൻ പോയിട്ട് പോവാനും പറ്റില്ല, അതുകൊണ്ട് ഞാൻ പഴം കഴിക്കില്ല. എനിക്കിപ്പോ കുട്ടി ഉണ്ടാവണമെന്ന് ഒട്ടും മോഹമില്ല. നിനക്കിപ്പോ കൊല്ലം കുട്ടി ഉണ്ടാവുമല്ലോ, കുറെ കുട്ടികൾ ഇപ്പൊ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഭർത്താവിന് കുറച്ച് അവളെന്നെ പറയണം, എഴുതി എന്റെ ഭർത്താവിന് കുറച്ച് കാശ് കൊടുത്താൽ ഇനി ഞാൻ പ്രസവിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അദ്ദേഹം തരും. അതുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിക്കോളൂ എന്റെ കുട്ടി. പറഞ്ഞ പോലെ ചെയ്തു എന്നാണ്. അതുവരെയൊക്കെ തന്റെ ഭർത്താവിനോട് ഈ പഴം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊക്കെ ഗർഭത്തെ പോലെ വയറൊക്കെ വെച്ചുണ്ടാക്കി അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു. ആ പഴമാണെങ്കിലോ പശുവിന് കൊടുത്തു. പശു ഗർഭിണിയായി. 10 മാസം കഴിഞ്ഞപ്പോ പശു പ്രസവിച്ചു ഒരു മനുഷ്യ ശിശു. ചെവി മാത്രം പശുവിന്റെ, അതി തേജസ്വി. അപ്പോഴാണത് ഞാനും പ്രസവിച്ചു എന്ന് ഭാര്യ പറഞ്ഞ് നോക്കുമ്പോ അനിയത്തി അവിടെ പ്രസവിച്ചു. കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. കാശ് കൊടുത്ത് വാങ്ങിയ കുട്ടിയെ കൊണ്ടേ കാണിച്ചു കൊടുത്തു. ഞാൻ പ്രസവിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് സന്തോഷമായി. പശുവും പ്രസവിച്ചു. ഒരു തേജസ്സുള്ള ഉണ്ണി, ഒരു മനുഷ്യ ശിശു, ചെവി മാത്രം പശുവിന്റെ. തന്റെ ഭാര്യയെ പ്രസവിച്ച ഒരു ഉണ്ണി, ആ ഉണ്ണിയും കയ്യിലെടുത്തു. അങ്ങനെ ആ ഉണ്ണികളെ 2 ഉണ്ണികളെയും വളർത്തി. അനിയത്തിയുടെ ഉണ്ണി തന്റെ ഉണ്ണിയെ വിചാരിച്ച് വളർത്തുന്ന ഉണ്ണിയുടെ ദുശ്ചേഷ്ടകള്, ദുസ്വഭാവങ്ങൾ അതങ്ങനെ വളർന്നു വരുന്നതോടുകൂടി അതും വളർന്നു വന്നു എന്നാണ്. ഈ പശുവിന്റെ ശിശുവായിട്ട് ജനിച്ച ആ ഉണ്ണിയുടെ തേജസ്, ആ ഉണ്ണിയുടെ സാമീപ്യം കൊണ്ട് തന്നെ ആത്മദേവൻ സന്തോഷിച്ചു. ആ ഉണ്ണി എന്നെ അച്ഛനെ ഉപദേശിച്ചു, നിസ്സംഗ അവസ്ഥയിലെത്തിച്ചു. തന്റെ പുത്രന്റെ ദുശ്ചേഷ്ടകളെ കൊണ്ട് വിഷമിച്ചിട്ടും തന്റെ പശു പ്രസവിച്ച ആ ഉണ്ണിയുടെ തേജസ് കൊണ്ട് സന്തോഷിച്ചു. ആത്മദേവന് വൈരാഗ്യം വന്ന് കാട്ടിലേക്ക് പോയി അദ്ദേഹം. പിന്നെ ഇവിടെ ഈ ഗോകർണൻ എന്ന് പറയുന്ന പശു ജന്മം കൊടുത്ത ആ ശിശു, ആ ഉണ്ണി ആത്മജ്ഞാനം കൊണ്ട് തീർത്ഥയാത്രയ്ക്ക് പോയി. പിന്നെ ഈ ആത്മദേവന്റെ പത്നിയായിട്ടുള്ള ദുന്ധുകാരി, ഈ ദുന്ധുകാരി എന്ന ഈ തന്റെ പുത്രനെ വളർത്തി ഒടുക്കം അമ്മയെ തന്നെ കൊന്നു എന്ന് പറയുക. കടത്തിൽ ചാടി ചത്തു എന്നാണ് അമ്മ. പിന്നെ കുറെ വേശ്യാസ്ത്രീകളോട് ഒത്തട്ടായി അയാൾ താമസം. അവസാനം ആ വേശ്യാസ്ത്രീകൾ അയാളെ കൊന്നു. അങ്ങനെ ഒരു പ്രേതാവസ്ഥയ്ക്ക് ഇത് ഗോകർണൻ അറിഞ്ഞു. തന്റെ സഹോദരൻ ഒരു പ്രേതാവസ്ഥയിലാണ്. അപ്പൊ ഗയാശ്രാദ്ധ ഇത്ര പോയിട്ട് അങ്ങനെ അയാൾക്ക് മുക്തി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് തന്റെ നാട്ടിലൂടെ വന്ന് തന്റെ വീടൊക്കെ മാറാതെ വിളിച്ചു കിടക്കുക. അങ്ങനെ ആ പൂമുഖത്ത് വന്നിരുന്നപ്പോ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോഴാണ് കുറെ ആടിന്റെ രൂപത്തിലും ആനയുടെ രൂപത്തിലൊക്കെ ഒരു പ്രേതം അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിനെ പരിഭ്രമിപ്പിച്ചു എന്നാണ്. അദ്ദേഹം ദിവ്യജ്ഞാനിയായതുകൊണ്ട്
അദ്ദേഹത്തിന് പരിഭ്രമം തോന്നിയില്ല. നീ ആരാന്ന് ചോദിച്ചു. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നിന്റെ സഹോദരൻ ദുന്ദുകാരി. നീ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, പ്രേതാവസ്ഥയാണെന്ന് അറിഞ്ഞു, ഗയാശ്രാദ്ധോക്കിയല്ലോ, പിന്നെ നിനക്ക് മുക്തി കിട്ടാതിരിക്കുവോ? 1000 ഗയാശ്രാദ്ധോക്കിയാലും എനിക്ക് മുക്തി കിട്ടില്ല. എന്റെ മുക്തിയെ കുറിച്ച് നീ പണ്ഡിതനാണല്ലോ, ആലോചിച്ച് എനിക്ക് മുക്തി കൊണ്ട് താ എന്ന് പറഞ്ഞപ്പോ, ഇനി എന്താ, നീ കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കും, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. പിന്നെ സൂര്യനെ സ്തംഭിപ്പിച്ചിട്ടാണ് ആ ഗോകർണൻ മനസ്സിലാക്കിയത് സപ്താഹത്തിന്റെ മഹിമ. അങ്ങനെ ആ സപ്താഹം ചെയ്യാൻ തീരുമാനിച്ചു ഗോകർണൻ. നാമം ജപിച്ചു. ഇതൊക്കെ സനകാദികള് നാരദാദികളോട് പറയുന്ന ഭാഗവത മാഹാത്മ്യം. അങ്ങനെ ഗോകർണൻ, സനകാദികളെ പറയാ, ഗോകർണൻ ഒരു സപ്താഹം നടത്തിയിരുന്നു. ആ സപ്താഹത്തിൽ ഇതാ ഓടി വന്നില്ലേ നിങ്ങളെ പോലെയുള്ള അങ്ങനെ അനവധി സുഹൃത്തുക്കൾ അവിടെ വന്നു. 7 ദിവസം ഓരോ ദിവസം ആ കഥകൾ കേട്ട് കഴിയുമ്പോൾ അവിടെ പ്രേതത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മുള അതങ്ങനെ പൊട്ടുന്നാണ്. ഓരോ കൊമ്പും പൊട്ടി, കമ്പ് പൊട്ടി, ആ പ്രേതം ചോട്ടിലിരുന്നേർന്ന പ്രേതം പൊന്തി വന്ന് 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ മുള പിളർന്ന് അതിൻ്റെ ഉള്ളിലിരുന്ന ഈ ദുന്ദുകാരി എന്ന പ്രേതം അത് പൊന്തി വന്ന് ശംഖചക്രഗദ പത്മധാരിയായിട്ടാ അങ്ങനെ അവിടെ വിളങ്ങിയതാണ് 7ാമത്തെ ദിവസം. പെട്ടെന്നൊരു വിമാനത്തിന്റെ ശബ്ദം കേട്ടു. എല്ലാവരും നോക്കുമ്പോൾ ആ ആകാശത്തൊരു വിമാനം വന്ന് നിന്നോട്. അതിന്ന് വിഷ്ണുവാരിഷന്മാര് 4 ആളെ ഇറങ്ങി വന്നു. വേഗം വിഷ്ണുവിന്റെ രൂപത്തിൽ തന്നെ നിൽക്കുന്ന ദുന്ദുകാരിയെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഗോകർണനും ഓടി നീട്ട് പിന്നാലെ ബാക്കിയുള്ളവരും ഞങ്ങളും കൂടി കയറട്ടെ വിമാനത്തിലെന്ന് പറഞ്ഞപ്പോഴേക്കും വിമാനം അടച്ചു, വാതിലടച്ചു, ദുന്ദുകാരി മാത്രം കയറ്റിയിട്ട്. എന്നിട്ട് അവിടുന്ന് ആ ജനലിൽ കൂടെ പറഞ്ഞു, നിങ്ങളൊന്നും ശ്രദ്ധിച്ചു കേട്ടിട്ടില്ല, ഇയാൾ മാത്രമേ ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. അപ്പൊ ഇയാളെ മാത്രമേ അവിടെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ. വേണമെങ്കിൽ ആദ്യം ഒരു സപ്താഹം കൂടി ഗോകർണ നടത്തിക്കോളൂ. ഗോകർണ അങ്ങനെ നേരെ പറഞ്ഞിട്ടൊന്നുമില്ല, ശ്രദ്ധിച്ച് കഥ പറഞ്ഞിട്ടില്ല. അങ്ങയ്ക്കും ഇതിൽ കയറാനുള്ള യോഗ്യത ഇല്ലാതെ ഗോകർണനോടെ ആചാര്യനെയും കൊണ്ടുപോയില്ല. നോക്കുമ്പോ ആ മോളയുടെ ഉള്ളിലിരുന്ന പ്രേതത്തിനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഗോകർണന് വല്ലാത്ത സങ്കടമായി. ഗോകർണൻ ആദ്യം അപ്പം തന്നെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു സപ്താഹം നടത്തി. അത് 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒരു വിമാനം വന്നു. അതിൽ അനവധി ആള് കയറി എന്നാണ് ഗോകർണനും ഗോകർണന്റെ കൂടെ. അപ്പൊ നോക്കൂ സപ്താഹത്തിന്റെ വലുപ്പം. ശ്രദ്ധാരത്യ ഭക്തിരനുക്രമിഷ്യം. ശ്രദ്ധ ഉണ്ടാവും. ഒരേ ഒരു ചിന്ത, നമ്മുടെ ശ്രദ്ധ ആ ഭഗവാനിലേക്കാണ് പ്രവർത്തിക്കണം. ആ കഥകളിലൂടെ ഒരൊറ്റ ചിന്ത ഉണ്ടാവുള്ളൂ. ഒരേ ഒരു ലക്ഷ്യം ശബരിമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18ാം പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. ശരണമയ്യപ്പ എന്ന് പറയുന്നതാണ് 12 സ്കന്ധത്തിന്റെ ലക്ഷണം. ഭാഗവത്തിൽ ആശ്രയം, അത് വേറെ ഒരു ശരണമില്ല. ആ ഒരു മനോഭാവത്തോടു കൂടി വേണം ദുന്ദുകാരി കേട്ട പോലെ ആ മുളയുടെ ഉള്ളിലിരുന്നിട്ട് ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട, ആ ഭഗവാനെ കിട്ടിയാൽ മതി. പരീക്ഷിച്ച് സുഖബ്രഹ്മർഷിയുടെ മുമ്പിൽ ഇരുന്നിട്ട് 7 ദിവസം കേട്ടപ്പോൾ ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ട് ആ ഭാഗവതം കേൾക്കണം. ആ ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിക്കണം. ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട, ആ ഭഗവാനെ കിട്ടിയാൽ മതി. ഈശ്വര ചിന്തയിതന്നേ മനുജനു ശാശ്വതമേ. അടുത്ത കാലത്ത് നാടകഗാനങ്ങൾ വരെ നമുക്കതൊന്നും പറയണ്ട. എത്ര വാഗ്ഗേയകാരന്മാർ, എത്ര മഹാപണ്ഡിതന്മാർ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഓരോ ഗൃഹത്തിലും ഇരുന്നിട്ട് എത്ര വേദം ഉപാസിച്ചു, എത്ര പുരാണങ്ങൾ ഉപാസിച്ചു, എത്ര ശാസ്ത്രങ്ങൾ ഉപാസിച്ചു. ഒരൊറ്റ ചിന്തയിട്ട്
എത്ര ബ്രാഹ്മണര് ആലോചിച്ച് നോക്കും. ഓരോ ഗ്രാമത്തിലും അവരുടെയൊക്കെ ഉപാസനയുടെ വൈഭവത്തിന്റെ ആ അവസാനത്തെ കണ്ണികളാണെന്ന് നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു. അടുത്ത തലമുറയ്ക്ക് ഉണ്ടാക്കി വെക്കേണ്ട സുഹൃതം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? പ്രഹ്ലാദൻ 21 തലമുറയെ പരിശുദ്ധമാക്കി തീർത്തു സ്വന്തം ഉപാസന കൊണ്ട്. നമ്മളുടെ ഉപാസന കൊണ്ട് മേപ്പെട്ടും കീഴ്പ്പെട്ടും 21 തലമുറ നമുക്ക് നേരേക്കാൻ കഴിയുമോ? പ്രഹ്ലാദനെ പോലെ. അതാണ് നമ്മുടെ ജീവിത ഉപാസന വേണ്ടത്. ഭൗതികമായിട്ടുള്ളതൊക്കെ വേണ്ടത് വേണ്ട സമയത്ത് വന്നോളൂ. ആ ഒരു വിശ്വാസം, ഭഗവാനോടുള്ള സ്നേഹം, അത് നമുക്ക് മനുഷ്യനായി പറഞ്ഞാലേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് ഉണ്ടാക്കലാണ് ഈ ഭാഗവതത്തിലൂടെ എന്ന് പറഞ്ഞാൽ. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു ICU ആണ്. ഭൗതികമായ ജീവിതത്തിൽ ശരീരത്തെ നിലനിർത്താനുള്ള ഏറ്റവും വലിയ പരിചരണശാലയാണ് ICU. ഇന്റൻസീവ് കെയർ ആണ് അവിടെ. ശ്രേയോമാർഗത്തിലെ ICU ആണ് സപ്താഹം. ശ്രേയോമാർഗത്തിലെ ICU. ഈ സപ്താഹത്തിൽ ഇവിടെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി. നമ്മളുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും. കുറച്ചു നേരം ഇരുന്നാൽ തന്നെ നമ്മളുടെ അധീനം ദീനൊക്കെ ട്യൂബ് ഇഞ്ചക്ഷനോ കൊണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റിക്കോളും. ശ്രേയോമാർഗത്തിലേക്ക് പോകാനുള്ള വികാരം. അതാണ് ഭാഗവത സപ്താഹത്തിന്റെ മഹത്വം. അങ്ങനെ മാഹാത്മ്യം, ഭാഗവതത്തിന്റെ മാഹാത്മ്യം പത്മപുരാണത്തില് 6 അധ്യായമായിട്ട്. പത്മപുരാണത്തില് 175 അധ്യായം മുതൽ 18 അധ്യായത്തില് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 അധ്യായത്തില് ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. അതിലൊരു അധ്യായം, ആദ്യത്തെ അധ്യായം നമുക്ക് പാരായണം ചെയ്ത് ആ മഹാത്മ്യത്തെ കുറിച്ച് അവിടെ വർണ്ണിച്ചതൊന്ന് അനുസ്മരിക്കാൻ. ഈ പറഞ്ഞ കഥകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആത്മദേവന്റെ കഥ, സനകാദികൾ പറഞ്ഞതും നമ്മൾ അനുസ്മരിച്ച ആ കഥകളൊക്കെയാണ് 6 അധ്യായത്തിലായിട്ട് പറയുന്നത്. ആദ്യത്തെ അധ്യായം മാത്രമേ ഇപ്പൊ അവിടെ പാരായണം ചെയ്യുന്നുള്ളൂ. അതിലാ നാരകന്റെ വരവ്, കരികാലത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഭക്തിദേവിയുടെ അടുത്തേക്ക് വൃന്ദാവനത്തിൽ എത്തുന്നത് അത്രയ്ക്ക് വർണ്ണിക്കുന്നുള്ളൂ. ആ ഭക്തിദേവിയുടെ അടുത്തേക്ക് എത്തുക, ഇതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പാകി പാകി മാം പരമകൃപാലോ ദേഹിമേ ത്വയി ദേവ സുഭക്തി. പാകി പാകി മാം പരമകൃപാലോ. നാരായണ തീർത്ഥർ കൃഷ്ണലീലാ തരംഗിണിയിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. സുഭക്തിയിലേക്ക്, സാക്ഷാൽ ബ്രഹ്മ ചൈതന്യത്തോട്, നാരായണനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താ? സുഭക്തിയിലേക്ക്. ആ ഭക്തിയിലേക്ക് എത്തുക, ഭക്തി നേടുക, അതേ വേണ്ടു. അതാണ് ആദ്യത്തെ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മാത്രം പാരായണം ചെയ്ത് നമുക്ക് നാളെ 6 മണിക്ക് അഞ്ജലിയോടുകൂടി, 5:30 മുമ്പ് പ്രഭാതത്തിലെ സന്ധ്യാവന്ദനാദികളും അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട പൂജാനദികളൊക്കെ ചെയ്തതിന് ശേഷം ഒരു 5:30 മുമ്പായിട്ട് ഇവിടെ എത്തും. 5:30 മുമ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭഗവാനെ നാമം ജപിച്ച് വിളിച്ചുണർത്തി ഭഗവാന് ജലഗന്ധ പുഷ്പധൂപ ദീപ നിവേദ്യ നൃത്ത ഗീത വാദ്യ അപൂപ താമ്പൂല മധുവർക്ക രാജോപചാരങ്ങളൊക്കെ വേഗം അങ്ങോട്ട് സമർപ്പിച്ച് ഭഗവാനെ സന്തോഷിപ്പിച്ച് നമ്മൾ ഭഗവാനിലെ നമ്മളെ ഭഗവാനിലേക്ക് ആക്കുന്ന സഹസ്രനാമ ജപം അങ്ങനെ പുഷ്പാഞ്ജലി ചെയ്യുക. ഭഗവാനെ സന്തോഷമായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭഗവാന് സഹസ്രനാമം ചൊല്ലി പുഷ്പാഞ്ജലി ചെയ്യുക. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ, ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണേ. കൊണ്ടുപോകൂ വേഗമെന്നെ കൊണ്ടൽ വർണ്ണ ഭവൽ പദ ചണ്ഡലരി മധുരം ഉണ്ടാക്കി മാറ്റൂ. എത്ര കവികളാ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകും ഭഗവാനെ ഞങ്ങളെ.
എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ആ ഭാഗവത ഗ്രന്ഥം, പൂജിച്ചു വെച്ച ഭാഗവത ഗ്രന്ഥം കയ്യിലെടുക്കുക, പിന്നെ കേൾക്കുക, അനുസ്മരിക്കുക, അതന്നെ ചിന്തിക്കുക. ഇതാണ് 7 ദിവസം. രാവിലെ 8:30 വരെ, 8:45 വരെ, പിന്നെ പ്രഭാത ഭക്ഷണം. ജിതം സർവം ജിതേ രസേന. ഭക്ഷണം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാൻ മതി. എത്രത്തോളം ഭക്ഷണം കുറയ്ക്കാൻ കഴിയുമോ അത് അവരവർക്കല്ലേ തീരുമാനിക്കാൻ പറ്റും. അവരവർക്ക് എത്ര ഭക്ഷണം കുറയ്ക്കാൻ പറ്റുമോ അത്രയും ശ്രേയസ്സാണ്. അത്രയും രാത്രി ഉറക്കമൊക്കെ കുറയും, ക്ഷീണം അതിലേറെ കുറയും, ശ്രദ്ധ അതിലേറെ കൂടും. ഇത് അനുഭവിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ എത്രത്തോളം അവനവന് ഭക്ഷണം കുറയ്ക്കാൻ പറ്റുമോ നോക്കുക, അത്രത്തോളം കുറയ്ക്കുക. അങ്ങനെ അപ്പൊ 8:30 നിർത്തി പ്രഭാത ഭക്ഷണം കഴിച്ച് വേഗം തുറന്ന് പിന്നെ 12-12:45 വരെ തുടർച്ചയായിട്ട്. അപ്പൊ അതിന് മുമ്പൊക്കെ ടോയ്ലറ്റിലൊക്കെ പോയി വരിക. കാരണം ഒരു ആസന ജയം എന്ന് പറയുന്നതാണ്. 3.5 മണിക്കൂർ തുടർച്ചയായിട്ട് ഇരിക്കാൻ കഴിഞ്ഞു വെച്ചാൽ ആസന ജയായി. അപ്പൊ അതിനുള്ള ശീലമാക്കുക. അപ്പോൾ അതിനൊരു ശ്രമിക്കുക. 12:45 വരെ നമ്മൾ അങ്ങനെ ഏകാഗ്രമായിട്ട് ഭാഗവതം കേൾക്കുക. പിന്നെ ഉച്ചഭക്ഷണം, മാധ്യാഹ്നം കഴിച്ച് ഉച്ചഭക്ഷണം കഴിച്ച് പിന്നെ വേഗം പുനരാരംഭിക്കുക. പിന്നെ വൈകുന്നേരം 4 മണിക്ക് നിർത്തുക, ചായ എന്തെങ്കിലും കഴിക്കാം. പിന്നെ അതാത് ദിവസത്തെ ഭാഗം 6 മണിയാകുമ്പോഴേക്കും കഴിയണം എന്നാണ് സങ്കല്പം. അതെപ്പോൾ കഴിയണം അതിനനുസരിച്ച് കഴിച്ച് നിർത്തുക. പിന്നെ രാത്രി മുഴുവൻ ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്ത. ഉറക്കം വന്നു ചോർന്നാൽ ഇല്ലെങ്കിൽ കോഴി എന്ന് കേട്ടു വെച്ചാൽ അപ്പോൾ വീട്ടിൽ കുളിക്കാം. കുളിച്ച് പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഈ പറഞ്ഞ പോലെ അങ്ങനെ 2-ാമത്തെ ദിവസം. 7 ദിവസം ഉറക്കം വരുന്നില്ല വെച്ചാൽ നമ്മൾ ഭാഗവതം കേൾക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തി. പിന്നെ ശ്രദ്ധിച്ചു കേട്ടു എന്നുള്ളത് വേറെ. അപ്പൊ ഇതൊക്കെ നമുക്ക് എത്രത്തോളം പറ്റില്ല വെച്ചാൽ സുഖമായിട്ട് ചെയ്യാം. ഒന്നും കടിച്ചു പിടിച്ച് ചെയ്യണ്ട. ഉറക്കം വരുന്നെങ്കിൽ കിടന്നുറങ്ങുക. ഈശ്വരനെ എത്രത്തോളം നേരം ചിന്തിക്കാൻ പറ്റുമോ ഈശ്വരനെ കുറിച്ച് മാത്രം കേട്ട കഥകൾ അനുസ്മരിക്കുക. ഇതാണ് സപ്താഹം എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ മലയാളത്തിലൊന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും പുരാണങ്ങളൊക്കെ പഠിച്ചും പാരമഹംസ്യാം സംഹിതായ എന്നാണ് ഭാഗവതത്തെ കുറിച്ച് പറയുന്നത്. പരമഹംസന്മാരുടെ സംഹിത 4 തരം ബ്രഹ്മചര്യം, 4 തരം ഗാർഹസ്ഥ്യം, 4 തരം വാനപ്രസ്ഥം, 4 തരം സന്യാസം. അതാണ് കുടീചകൻ, ബക്വതൻ, ഹംസൻ, നിഷ്ക്രിയൻ. ഈ നിഷ്ക്രിയന്മാരെയാണ് പരമഹംസന്മാരെന്ന് പറയുക. അപ്പൊ നോക്കൂ, അത്രയും ഉന്നതന്മാരായിട്ടുള്ള പരമഹംസന്മാർക്ക് പോലും കയ്യിലെടുത്താൽ വയ്ക്കാൻ പറ്റാത്ത ഗ്രന്ഥമാണ് ഭാഗവതം. അതാണ് പാരമഹംസ്യാം സംഹിതായ. അപ്പൊ ആ പരമഹംസന്മാർക്ക് നിർവൃതിയായിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നവരും ഭാഗവതം കിട്ടിക്കഴിഞ്ഞാൽ അവർ കൃഷ്ണനെ കിട്ടിയ പോലെ തുള്ളിച്ചാടുന്ന കുംഭമേളയ്ക്ക് കാണില്ലേ ആ ഒരു നിർവൃതി. ആ നിർവൃതിയും അതാണ് ഭാഗവതത്തിന്റെ മഹത്വം. അപ്പൊ ആ ഭാഗവതം അങ്ങനെ നിർവൃതിയായിട്ട് എടുത്ത് ആസ്വദിക്കുക, ശ്രദ്ധ അതിൽ തന്നെ വയ്ക്കുക. അതാണ് ഭാഗവത സപ്താഹത്തിന്റെ മഹത്വം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചറിയുക. 7 ദിവസം അതിനുവേണ്ടി മനസ്സൊരുങ്ങുക. സദാസമയവും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയല്ലാണ്ട് വേറൊരു കാര്യങ്ങൾ പറയേ, കേൾക്കേ, ചെയ്യേ, ചെയ്യാതിരിക്കാൻ നോക്കുക. ഭഗവാനെ കുറിച്ച് പറയേ, ഭഗവാനെ കുറിച്ച് ചെയ്യേ, ഭഗവാനെ കുറിച്ച് കേൾക്കേ, മാത്രമാക്കി തീർക്കാൻ നമ്മളെന്നെ ശ്രമിക്കണം. കഴിയുന്നത് അതിനെന്നെ ശ്രമിച്ചുകൊണ്ട് ഭഗവാൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സപ്താഹത്തെ എങ്ങനെ നമ്മൾ വരവേൽക്കണോ അത് നമ്മൾ തീരുമാനിക്കുക. നമുക്ക് എത്ര നന്നായിട്ട് വരവേൽക്കാൻ കഴിയുമോ, ദുഃഖകാരിയെ പോലെ ഒരൊറ്റ സപ്താഹം കൊണ്ട് ഇനി ഈ ജീവിതത്തിലെ എല്ലാ കർമ്മബന്ധങ്ങളെയും വിട്ട് ആ ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള മോഹത്തോടു കൂടി സപ്താഹത്തെ നാളെ രാവിലെ മുതൽ വരവേൽക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടട്ടെ, എല്ലാവർക്കും ശ്രദ്ധ കിട്ടട്ടെ, എല്ലാവർക്കും രതി കിട്ടട്ടെ, എല്ലാവർക്കും ഭക്തി കിട്ടട്ടെ, എല്ലാവർക്കും ഭക്തിയിലൂടെ ജ്ഞാനം കിട്ടട്ടെ, വൈരാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കൂടിയിട്ടുള്ള കോടാനുകോടി സുഹൃതികൾ, നമ്മൾ ശരീരികളായിട്ട് കുറച്ചുപേരെ ഉള്ളൂന്നേ ഉള്ളൂ. പക്ഷെ ആ ശരീരികളായിട്ട് ഞാൻ മുമ്പിലിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സുഹൃതികൾ ഇവിടെ ഉണ്ടാവുന്നറിയും.
അവരെയൊക്കെ വന്ദിച്ചുകൊണ്ട് നമ്മൾ നാളെ പ്രഭാതത്തില് സപ്താഹം ആരംഭിക്കാൻ എല്ലാവർക്കും അതിന് വേണ്ട രീതിയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും യോഗ്യമായ ഇരിപ്പിടങ്ങൾ ഭഗവാൻ തന്നെ അനുവദിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ മഹാത്മ്യ അനുസ്മരണം ഒരു അധ്യായം പാരായണത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവത മഹാത്മ്യേ പ്രഥമോധ്യായ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃഥാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേരി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈവിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമലരസാസ്വാദശലശൗനകോ ബ്രവീത്. ശൗനക ഉവാച അജ്ഞാനധ്വാന്തവിധ്വംസകോടിസൂര്യസമപ്രഭ സൂതാഖ്യായികഥാസാരം അവതരണരസായനം ഭക്തജ്ഞാന വിരാഗാപതോ വിവേകോ വർദ്ധതേ മഹാൻ. മായാമോഹനിരാസശ്ച വൈഷ്ണവൈഃ ക്രിയതേ കഥം ഇഹ ഘോരേ കലോപായോ ജീവശ്ചാസുരതാം ഗദാ ക്ലേശാക്രാന്തസ്വസ്യവ ശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയപാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത്സാധനം തദ്വധാതുനാ. കൃഷ്ണപ്രാപ്തികരം ശശ്വത്സാധനം തദ്വധാധുനാ. ചിന്താമണിർലോകസുരം സുരദ്രസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുഃ പ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. സൂത ഉവാച പ്രീതിശ്ചൗരവിചിത്തേതേ യതോ വച്മി വിചാര്യ ച സർവസിദ്ധാം നിഷ്പന്നം സംസാരഭയനാശനം. ഭക്തിയോഗവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ വിധാസ്യാമി സാവധാനതയാ ശൃണു. കാലദ്യാനുഭദ്രാസത്രാസുനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാം വക്തും സുഭായാം സംസ്കൃതേശകേ സുഭാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തസമാഗമൻ. സുഖം നത്വാ അവദൻ സർവേ സ്വകാര്യകുശലാസുരാഃ തഥാ സുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിവ. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാചഃ ക്വ മണിർമഹാൻ. ബ്രഹ്മനാദോ വിചാരേവം തദാ ദേവാൻ ജഹാസഃ. അഭക്താം സ്ഥാംസവിജ്ഞായ നഗതൗ സകഥാമൃതം. ശ്രീമദ്ഭാഗവതേ വാർത്താ സുരാണാമപി ദുർലഭ. രാജ്ഞോ മോക്ഷം തഥാവേക്ഷ്യ പുരാഘാതാപി വിസ്മൃത. സത്യലോകേ തുലാം ബദ്ധ്വാ തോലയൽ സാധനാന്യജ. ലഘൂന്യന്യാനി ജാതാനി ഗുരുവേണ ഇദം മഹൽ. തദാ ഋഷിഗണാഃ സർവേ വിസ്മയം പരമംയയോ. മേനിരേ ഭഗവദ്ഗുരുവും ശാസ്ത്രം ഭാഗവതം കലോ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠഫലദായകം. സപ്രാഹേന ശുതം ചെയ്തം സർവഥാ മുക്തിദായകം. സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരൈഃ. യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതത്സുരർഷിണാ സപ്രാഹ ശ്രവണവിധി കുമാരേ സത്യഭാഷിത. ശൗനക ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച വിധിശ്രവേ കൃതഃ പ്രീതിസംയോഗഃ പുത്രതൈഃ സഹ. സൂത ഉവാച അത്ര തേ കീർത്തിവിഷയാമി ഭക്തിയുക്തം തഥാനകം. സുഖേനോ മേൽ പ്രോക്തം രഹസ്യഷ്യം വിചാര്യ ച. ഏകദാ ഹി വിശാലായാം ചത്വാര ഋഷയോ മനാഃ തത്സംഗാർത്ഥം സമായാതാദൃശസ്തത്ര നാരദം. കുമാരാ ഊചു കഥം ബ്രഹ്മണ്ഡീമുഖഃ കുതശ്ചിന്താകുരോ ഭവാൻ. ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവ. ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജനാഃ തവേദം പ്രസംഗസ്യ നോചിതം വദ കാരണം. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി. പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം. ഏവമാതിർത്തേഷു ബ്രഹ്മാണ ഇതസ്തതാ. ആപസ്യം കുത്രചിത് ശ്രമോനഃ സന്തോഷകാരകം. കലിനാധർമ്മമിത്രേണ ധരേയം ബാധിതാധുനാ. സത്യം നാസ്തി തപശ്ചൗചം ദയാദാനം ന വിദ്യതേ. ഉദരം ഭരിണോ ജീവാവരാഗാഃ കൂട്ടഭാഷിണ. മന്ദാഃ സുമന്തമതയോ മന്ദഭാഗ്യാഃ മന്ദാഃ സുമന്തമതയോ മന്ദഭാഗ്യാഃ വദ്രുതാഃ. പാഖണ്ഡതിരതാഃ സന്തോവിരകലാഃ സമരിഗ്രഹാഃ. തരുണീ പ്രഭുജാഗേഃ സ്യാലഭോ ബുദ്ധിദായകാഃ. കന്യാവിക്രണോ ലോഭാദ് ദമ്പതീനാം ച കൽപ്പനം. ആശ്രമായവനേ യുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥാ. ദേവതായതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരി ച. ന യോഗീ നൈവ സിദ്ധോ വ ന ജ്ഞാനീ സൽക്രിയോ നരഃ. കലിതാവാനലേനാദ്യ സാധനം ഭസ്മതാം ഗതം. അട്ടശൂലാജനപദാഃ ശിവശൂലാദ്വിജാതയഃ. കാമിന്യഃ കേശൂലിന്യഃ സംഭവന്തി കനാവിഹ. ഏവം പശ്യൻ കലയർദോഷാൻ പര്യടന്നവനീമഹം. യാമനം തതമാപന്നോ യത്രീരാഹരേരഭൂത്. തത്രാസ്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വരാഃ. ഏകാദൃണീരതൃഷണ്ണാഖിന്നമാനസാ. വൃദ്ധൗ ദ്വൗ പതിതൗ പാർശ്വേ നിശ്വസന്താവചേതനൗ. ശുശ്രൂഷന്തി പ്രബോധന്തി രുദതീശതയോഃ പുരാ. വിശുദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം വപോ. ഈജ്യമാനാ സതസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹോ. ദൃഷ്ട്വാ ദൂര
തസ്സോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോർജിതാ ബാലാവിഹ്വലാച അപരീദ്വജ ബാലോവാച ഭോ ഭോ സാദോക്ഷണം ദുഷ്ടമച്ചിന്താ വിനാശയ ദർശനം തവ ലോക സർവദാ ധാരണം പരം ബഹുധാതോ വാക്യേന ദുഃഖശാന്തിർ ഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരിഭവതോ ദർശനം തദാ നാരദ ഉവാച കാസിത്വം കാവിമോചയമാനാര്യകാപത്മലോചനാഃ മധുരേയ സവിസ്താരം സ്വസ്തി ദുഃഖസ്യ കാരണം ബാലോവാച അഹം ഭക്തിവിഖ്യാത ഇമൗ മേ തനയൗ മദൗ ജ്ഞാനവൈരാഗ്യനാമാനോ കലേർയോഗ്യേന ജർജരോ ഗംഗാദ്യാഃ സരിതശ്ചൈമാമത്സേവാർത്ഥം സമാഗതാഃ തഥാപി ന ച മേ ശ്രേയഃ സേവിതായാഃ സുരൈരവി ഇദാനീം ശൃണ്വദ്വാർത്താം സജിത്തസ്ത്വം തപോധന വാർത്താ മേ വിദദാപ്യസ്തി താം ശ്രുത്വാ സുഖമാവഹ ഉത്പന്നാ ദ്രവിഡേ സാഹം വൃദ്ധ്യം കർണാടകേ ഗതാ ക്വചിൽ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ തത്ര ഘോരകലേർയോഗാൽ പാഖണ്ഡൈഃ ഖണ്ഡിതാംഗഃ ഖണ്ഡിതാം ഗതാ ദുർബലാഹം ചിരം യാതാ പുത്രാഭ്യാം സഹമന്തതാം വൃന്ദാവനം പുനഃ പ്രാപ്യ ദീനേവ സ്വരൂപിണീ ജാതാഹം യുവതേ സമ്യക് പൃഷ്ഠരൂപാത് സാമ്പ്രതം ഇമൗ ദശൈതാവത്ര സുതോ മേ ക്ലിശ്വശ്രമാൽ ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം കൃമേതേ രത്മയാ ജരഠത്വം സമായാതൗ തേന ദുഃഖിത സാഹം തു തരുണീകസ്മാൽ സുതൗ വൃദ്ധാവിമൗ കുതാ ത്രയാണാം സഹചാരിത്വാൽ ദൈവരീത്യം കുതാ സ്ഥിതം ഘടത്തെ ജലഠാമാതാ തരുണോതനയാ വിധി തപശ്ശോചാമചാത്മനവിസ്മയാ വിഷ്ടമാനസ ഉദയോഗനിധേ ധീമൻ കാരണം ചാത്രകിം ഭവേൽ നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവദേ സർവമേവ തവാനഘേ ജ്ഞാനേന ആത്മനി പശ്യാമി സർവമേതത്വാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശ്യം തേ കരിഷ്യതി സൂത ഉവാച ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂചേ മുനീശ്വരാ നാരദ ഉവാച ശൃണുഷ്വാഭിതാപാലയുഗോയം ദാരുണഃ കലി തേൻ സദാചാരോ യോഗമാർഗസ്തവാം സുജ ജനാർജസുരായം ദേശാഖ്യദുഷ്കർമ്മകാരിണ ഇഹ സന്തോഷീദന്തി പ്രഹർഷ്യന്തി ഹ്യസാധവ ധർത്തേ ധൈര്യം തുയോ ധീമാൻ സധീരഃ പണ്ഡിതോധവ അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകനീധര വർഷേ വർഷേ ക്രമാജ്ജാതാ മംഗളം നാഭിദൃശ്യതേ നത്വമാപി സുതൈഃ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധരജർജരത്വേന സംസ്ഥിത വൃന്ദാവനസ്യ സംയോഗാർഗമസ്തം തരുണീനവ ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യത്ര ച അത്രൈമൗഗ്രാഹഭാവാൻ ന ജരാമി കുഞ്ചത കിഞ്ചിദാത്മസുഖേനേഹ പ്രസവതിർമന്യതേനയോഃ ഭക്തിരുവാച കഥം പരീക്ഷിതോ രാജ്ഞാസ്ഥാപിതോ ഹ്യശുചിഃ കലേ പ്രവർത്തേതു തൗ കലൗ സർവസാരഃ പുത്രഗതോ മഹാൻ കരുണാപരണേ ഹരിണ്യാപ്യധർമ്മഃ കഥമീക്ഷതേ ഇമം മേ സംശയം ഛിന്ദിത്തു ബന്ധുവാച സുഖിതാസ്മ്യഹം നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രമദശ്രവണം ഗുരു യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമതഃ ശ്രവണം ഗുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ സ്വനം തേ ഗമിഷ്യതി യഥാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം തേ കൃത്വാ സ്വപദം ഗതാ തദ്ദിനാകലിനായാത സർവസാധനബാധക ദൃഷ്ടോ ദിഗ്വിജയരാജ്ഞാലീനോച്ചരണം ഗതാ നമയാമാരണീയോയം സാരം ദൈവ സാരഭു തൽഫലം നാസ്തു തപസാ നയോഗേന സമാധിന തദ്ഫലം ലഭതേ സമ്യക് കലൗ കേശവകീർത്തനാൽ ഏകാകാരം കലിം ദുഷ്വാ സാരവത്സാരനീരസം വിഷ്ണുരാധാസ്ഥാപിതവാൻ കലിജാനാം സുധായിജ കുകർമാചമാൽ സാരസ്രവതോദുരോധന പദാർത്ഥാ സംസ്ഥിതാ ഭൂമോ ബീജഹീനാ സ്പൃശായുധ വിപ്രേർഭഗവതി വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാകണലോഭേന കഥാസാരസ്തോ ഗതാ അത്യുഗ്രഭൂതികർമാണോ നാസ്തികാ ദുരവാജനാഃ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തോ ഗതാ കാമക്രോധ മഹാലോഭ കൃഷ്ണാദ്യാകുലചേതസ തേപി തിഷ്ഠന്തി തപസ്സാരസ്തോ ഗതാ മനസശ്ചാജ്യയാ ലോഭാ ദംഭാത്മാഖണ്ഡ സംശ്രയാൽ ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം പണ്ഡിതാസുകളത്രേണ രമന്തേ മഹിഷായിവ പുത്രസ്യോൽപാദനെ ദക്ഷാമുക്തിസാധനെ നൈ വൈഷ്ണവതാഗോത്ര സമ്പ്രദായ വിരസ്വര ഏവം മൃളേതാം പ്രാപദോ വസ്തുസാരഃ സ്ഥലേ സ്ഥലേ അയം ദ്വിഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം തദസ്തു പുണ്ഡരീകാക്ഷ സഹതേ നികടേ സ്ഥിത സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരുജേവശോ ഭൂയ ശ്രൂയതാം തച്ചശോനക ഭക്തിരുവാച സുരക്ഷേത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ജാഗരയ്യ ധ്രുവപദമപി യാദോയൽ കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത് ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ഭക്തിനാരസമാഗമോ നാമ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം